ഇന്ന് പുതിയൊരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ വീഡിയോയിൽ തന്ന ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ പുതിയൊരു ടിപ്പ് കിട്ടുന്ന ഇത് പൊളിക്കും, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടിപ്പാണ്. ഗൂഗിൾ മാപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടിപ്പാണ്. തീർച്ചയായിട്ടും കാണുക. നേരത്തെ പറഞ്ഞ പോലെ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യാനുള്ള സാധനം തന്നെയാണ്, പൊളിയാണ് സാധനം. നമുക്കൊന്ന് നോക്കിയാലോ. ഇപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുക. ഞാനെൻ്റെ ഗൂഗിൾ മാപ്പ് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഗൂഗിൾ മാപ്പ് അപ്ഡേറ്റ് ആണോ എന്നത് നോക്കാം. അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഈ ഫീച്ചർ, ഞാൻ തരുന്ന ഫീച്ചർ ചിലപ്പം കിട്ടിയില്ല എന്ന് വരും. പലർക്കും കിട്ടാത്തത് അപ്ഡേറ്റ് ചെയ്യാത്തതാണ്. പുതിയ ഫീച്ചറാണ്. അപ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം എങ്ങനെയാണെന്ന്. ഇവിടെ നിങ്ങൾ അതിൻ്റെ ടോപ്പ് റൈറ്റ് കോർണറിലായിട്ട് എൻ്റെ പിക്ചറിൻ്റെ തൊട്ടപ്പുറത്തൊരു ക്യാമറ പോലത്തെ ഒരു ഐക്കൺ കാണാം. അത് ഞാൻ ഒന്ന് ലൊക്കേറ്റ് ചെയ്യുകയാണ്. ഇതാണ് ആ ഐക്കൺ. ആ ഐക്കണിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ലഭ്യമാവും? ഈ പറഞ്ഞ ഇത് ലഭ്യമാവും. അപ്പോൾ ഞാനത് ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ച് ഞാൻ നിൽക്കുന്ന ഏരിയ എനിക്ക് കാണാൻ പറ്റും. സ്റ്റാർട്ട് ക്യാമറ ഞാൻ കൊടുത്തു. ക്യാമറ സ്റ്റാർട്ടിങ് ഞാൻ കൊടുത്തു. ഇനി നിങ്ങൾക്ക് കാണാം, ഇതാ ഞാൻ എൻ്റെ മുറിയുടെ വ്യൂ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇതാ മുരിക്കടി 2.7 കിലോമീറ്റർ ഇത് എന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ക്യാമറ മൂവ് ചെയ്യുക. അതിൻ്റെ അനുസരിച്ച് അതിൻ്റെ താഴെ എലിഫൻറ്റ് ജംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷൻ കാണിക്കുന്നുണ്ട്. കാണാൻ എത്ര കിലോമീറ്റർ ഉണ്ട്, എങ്ങോട്ടാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, അത് ടൂറിസ്റ്റ് പ്ലേസ് ആണ് കാണിക്കുന്നത്. ഇനി ഞാൻ എൻ്റെ ക്യാമറ മൂവ് ചെയ്യുകയാണ്. ഇച്ചിരി പുറമോട്ട് മൂവ് ചെയ്തപ്പോൾ അട്ടപ്പള്ളം എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്ക് കാണാം. അവിടെ എന്താ സ്പൈസസ് ഗാർഡൻ ഉണ്ട് എന്ന് കാണിക്കുന്നു. ഇനി കുറച്ചുകൂടെ മൂവ് ചെയ്യുമ്പം നമുക്ക് കാണാം പുതിയ ഏതെങ്കിലും ഒരു സ്ഥലം വരും. പുതിയൊരു സ്ഥലത്തേക്ക് പോവാണ്. കണ്ടോ, ലുക്ക് ലൈക്ക് എനി ദിസ് വേ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് അങ്ങോട്ട് പോകുന്ന വരും. കണ്ടോ, നമ്മുടെ ചുറ്റുപാടുമുള്ള തേക്കടി റോസ് പാർക്ക് ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. എത്ര കിലോമീറ്റർ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനും പറ്റും. ഇങ്ങനെ തൊട്ടടുത്തുള്ള ATMO എല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കാണുന്ന ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേക്കറിയാണ് കാണേണ്ടതെങ്കിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബേക്കറി എവിടെയാണെന്നത് എന്താ, കൊച്ചിൻ ബേക്കറി ഒരു ഫസ്റ്റ് മെയിൽ കുമളിയിൽ തൊട്ടടുത്ത് വന്നിട്ട് 2 മിനിറ്റ് നടന്നാൽ മതി എന്ന് കൃത്യമായി കാണിക്കുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് പ്രിസൈസ് ആയിട്ടുള്ളത് താഴെ കാണുന്ന ഏരിയയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഞാൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കുറേ ഓപ്ഷനുകളുണ്ട്. ഈ ഓപ്ഷനുകളിൽ ഏതെങ്കിലും എടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുള്ള ഓപ്ഷനുകൾ എല്ലാം. ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷനാണ്. കാരണം നിങ്ങൾ പോകുന്ന ചുറ്റുപാടുമുള്ള ഏരിയയിൽ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ അനലൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇങ്ങനെ സ്ക്രീനിൽ തെളിയും. അപ്പം ചെയ്ത് നോക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അടുത്ത ടിപ്പുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.